ഹലോ, ഗുഡ് മോർണിംഗ്. എന്ത് രസമല്ലേ രാവിലെ കുയിലിൻ്റെ ശബ്ദമൊക്കെ കേട്ട് ഇങ്ങനെ എണീറ്റ് വരാൻ. പക്ഷേ എനിക്ക് അത്ര വലിയ രസമായിട്ടൊന്നും തോന്നാറില്ല. എന്ത് ചെയ്യാം, എണീറ്റ് വരണ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ മടിയാണ്. പക്ഷേ എണീക്കേണ്ട ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ട്രാക്കിലോട്ട് ഞാൻ വീണു. പിന്നെ എന്തായാലും എൻ്റെ രാവിലത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീ റൈസ് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗീ റൈസ് വയ്ക്കാനുള്ള തത്രപ്പാടിലാണ് ഞാൻ. അതിൻ്റെ അപ്പുറത്ത് ഞാൻ ഗീ റൈസ് വയ്ക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്നത്, ചായയല്ല അത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ റെസിപ്പി എടുത്തത് നമ്മുടെ ഷാൻ ജിയോ എന്ന് പറയുന്ന പുള്ളിക്കാരനില്ലേ, ഞാൻ പറയേണ്ട ആവശ്യമില്ല, പുള്ളിക്കാരൻ്റെ റെസിപ്പിയാണിത്. എന്താ പറയുക, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗീ റൈസും എന്നാൽ ടേസ്റ്റിലൊട്ടും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു എന്താ പറയുക ഗീ റൈസ്. അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ഗീ റൈസായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനെ പോലെയുള്ള ആൾക്കാരുള്ളതുകൊണ്ട് എന്നെപ്പോലുള്ള ആൾക്കാർ ജീവിച്ചു പോകുന്നു. കാരണം അത്രയും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന വേറൊരു കുക്കിംഗ് ചാനൽ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത്രയും അടിപൊളിയായിട്ടാണ് പറഞ്ഞു തരുന്നത്. പിന്നെ ഞാൻ പുള്ളിക്കാരനെ കുറച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ എന്താ പറയുക ഗീ റൈസ് ഫൈനൽ ടച്ചിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അരി ഇട്ടു. ഇനി അതൊന്ന് വറുത്ത് ഇങ്ങനെ ജസ്റ്റ് നെയ്യിൽ കിടന്നൊന്ന് വറുത്തതിന് ശേഷം ആ അപ്പുറത്ത് ഞാൻ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം കണ്ടോ, ആ വെള്ളവും കൂടി ഒഴിച്ച് ഒരു 5-10 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം പറ്റിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി നാരങ്ങ നീര് ഒഴിക്കണമായിരുന്നു, എന്നാലേ നമ്മുടെ അരി വിട്ട് നിൽക്കത്തുള്ളൂ. പക്ഷേ എൻ്റെ കയ്യിൽ നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഒഴിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ കുറച്ചിങ്ങനെ ഒട്ടിയാണ് കിടന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ടേസ്റ്റ് അടിപൊളി ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ചായയൊക്കെ ഇട്ട് വെളിയിലോട്ട് ഇറങ്ങി സൂര്യനെയൊക്കെ കണ്ട് സന്തോഷം, കാണാൻ പറ്റിയതിൽ സന്തോഷം. അങ്ങനെ പിന്നെ എൻ്റെ ഫ്രണ്ടിൽ കാണുന്നതൊക്കെ ഹോസ്റ്റലാണ്, ലേഡീസ് ഹോസ്റ്റൽ, അതിൻ്റെ അപ്പുറത്ത് ബോയ്സ് ഹോസ്റ്റൽ. അങ്ങനെ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഈ കഴിക്കുന്നത്, ബ്രെഡും ചിക്കൻ കറിയും. പിന്നെ ഞാൻ എൻ്റെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാൻ വേണ്ടി കയറി. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നില്ലേ ഗീ റൈസ്, എന്ത് രസമാണ് കാണാൻ, നല്ല അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഞാൻ എൻ്റെ ചിക്കൻ കറി പാക്ക് ചെയ്തു. ഇന്നിപ്പോൾ ഞാനും ബിജുവും ഒരുമിച്ചാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ ബിജുവിനുള്ള ഇതും പാക്ക് ചെയ്തു. അങ്ങനെ ഞാൻ റെഡിയായി വന്നു. ഇപ്പോൾ നിങ്ങൾക്കൊരു സർപ്രൈസ് കാണാം. ടട്ടടേങ്, ദേ വന്നുണ്ടോ, പുള്ളിക്കാരൻ വന്ന വേറൊന്നുമല്ല, പുള്ളിക്കാരൻ്റെ സ്പൈഡർമാൻ്റെ ഷർട്ട് കാണിക്കാനാണ്. അപ്പോൾ ശരി, ബായ്.